കുറച്ച് വലുതാകുന്ന വരെ എൻ്റെ അടുക്കലേക്ക് കിടക്കുകയുള്ളായിരുന്നു. പിന്നെ ഈ കാണിക്കുന്ന കോമാളിത്തരമൊക്കെ അവിടെ വീട്ടിൽ കാണിക്കുന്നത് പോലൊക്കെ തന്നെ കാണിച്ചുകൊണ്ടിരുന്നു. തല്ലിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല, ചിലപ്പോൾ ഉണ്ടായിരുന്നാലും അങ്ങനെ അതിനങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല. ലാലു വളരെ ക്വയറ്റാണ് ആള്. ആവശ്യമില്ലാതൊരു ബഹളം ഒന്നും ലാലു ഉണ്ടാക്കിയിട്ടില്ല. സ്കൂളിലും കോളേജിലും കാണിക്കുന്ന ബഹളമൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒടുക്കം ഓരോരുത്തർ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. അതും വിശ്വസിക്കാൻ ഒക്കുകയല്ല എനിക്ക്. ഇയാളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ വിശ്വസിക്കാൻ ഒക്കില്ല. ചില മുതലേ കളി ഡാൻസും പാട്ടും ഒക്കെ കാണിക്കും. ഒരാരെ കണ്ടാലും ഇമിറ്റേറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ഞാൻ പറയായിരുന്നു നിന്നെ സിനിമയിൽ വിട്ടാലേ കൊള്ളുള്ളൂ. ഇതിനായിട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞായിരുന്നു. ഒരു ഡിഗ്രിയൊക്കെ കിട്ടിയിട്ട് മതി എന്ന് മാത്രം പറഞ്ഞായിരുന്നു. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതാണ് അവൻ്റെ ഏറ്റവും വലിയ ശക്തി. പണ്ട് എനിക്ക് തലവേദന വരുമായിരുന്നു, മൈഗ്രെയിൻ വരും. എത്ര ദൂരെ ഇരുന്നാലും എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ചോദിക്കും എന്താ സുഖമില്ല, അമ്മയ്ക്ക് തലവേദനയാണോ? അതുപോലെ ഞാനും അതുപോലെ ചോദിക്കും. താളവട്ടം, കിരീടം, ചെങ്കോലൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. അന്ന് ഞാൻ പറഞ്ഞു എത്ര കോടി രൂപ തന്നാലും വേണ്ട ഇങ്ങനെയുള്ള സിനിമ വേണ്ട. ഇപ്പോഴും അടിപടമൊന്നും ഞാൻ കാണുകയില്ല.